കഴിഞ്ഞ വർഷം 2024 നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കാറുകളുടെ എല്ലാം വിൽപ്പന നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈക്കുകളുടെ വിൽപ്പനയിലോട്ട് നോക്കാം. മോട്ടോർ സൈക്കിളിൻ്റെ സെയിൽസാണ് നമ്മൾ നോക്കുന്നത്. 150 to 200 cc സെഗ്മെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 2024 ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട 15 വാഹനങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 150 to 200 cc എന്ന് പറയുന്നത് ആൾക്കാർ കൂടുതലും മൈലേജും അതുപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങൾക്ക് എല്ലാത്തിനും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങൾ കൂടുതൽ തിരയുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ല് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഹോണ്ടയുടെ യൂണിക്കോൺ തന്നെയാണ്. ഈ ഒരു വാഹനം ഏകദേശം 20,991 വാഹനങ്ങളാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് 2023 ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 19.80% ഗ്രോത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസം ഏകദേശം 20,991 വാഹനങ്ങളാണ് ഹോണ്ട യൂണിക്കോൺ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാം സ്ഥാനത്തുള്ളതാണ് നമ്മുടെ ടി വി എസിൻ്റെ അപ്പാച്ചി എന്ന് പറയുന്നത്. 20,885 വാഹനങ്ങളാണ് അപ്പാച്ചി സെയിൽ ചെയ്തിരിക്കുന്നത്. മൂന്നാമത് വന്നിരിക്കുകയാണ് നമ്മുടെ ബജാജിന്റെ പൾസർ. 20,875 യൂണിറ്റുകളാണ് പൾസർ സെയിൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ടുപുറകെ തന്നെ യമഹയുടെ FC ആണ്. 8,558 വാഹനങ്ങളാണ് FC വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ടുപുറകെ യമഹയുടെ MT ആണ്. 5,224 യൂണിറ്റുകളാണ് MT സെയിൽ ചെയ്തിരിക്കുന്നത്. ആറാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ SP 160 ആണ്. 4,520 യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ പോലത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 44% വർധനവ് കൂടിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യമഹയുടെ R15 ആണ്. 4,269 യൂണിറ്റുകളാണ് R15 സെയിൽ ചെയ്തിരിക്കുന്നത്. എട്ടാമത് വന്നിരിക്കുന്നത് ഹീറോൻ്റെ എക്സ്ട്രീം ആണ്. ഇത് ഏകദേശം 2,308 യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെയിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കൂടിയിരിക്കുന്നത്. ഇനി ഒമ്പതാമത് വന്നിരിക്കുകയാണ് KTM നിന്നുള്ള 200. 1,771 യൂണിറ്റുകളാണ് ഈ ഒരു മോഡൽ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി പത്താമത് വന്നിരിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ എക്സ്പൾസ് ആണ്. 930 യൂണിറ്റുകളാണ് ഹീറോൻ്റെ എക്സ്പൾസ് കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത്. തൊട്ടുപുറകെ നമ്മുടെ ഹോണറ്റ് ആണ് വന്നിരിക്കുന്നത്. 590 യൂണിറ്റുകളാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഇത് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി 12ാമത് വന്നിരിക്കുന്നത് ബജാജിൻ്റെ അവഞ്ചർ ആണ്. 561 യൂണിറ്റിലാണ് ബജാജിൻ്റെ അവഞ്ചർ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടുപുറകെ തന്നെ നമ്മുടെ ഹോണ്ടയുടെ CB 200X ആണ്. 303 വാഹനങ്ങളാണ് ഹോണ്ടയുടെ CB 200X സെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി 16ാമത് വന്നിരിക്കുന്നത് നമ്മുടെ ജിക്സർ ആണ്. 96 യൂണിറ്റിലാണ് ജിക്സർ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത്. ഇനി 15ാമത് വന്നിരിക്കുകയാണ് കവാസാക്കിയുടെ W175 എന്ന് പറയുന്നത്. 19 യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് വന്നിരിക്കുന്നത്. ഈ വർഷം 91,897 വാഹനങ്ങളാണ് ഈ ടോപ്പ് 15 വാഹനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ കഴിഞ്ഞ വർഷം 1,17,000 വാഹനങ്ങളാണ് വിറ്റത്. അത് എല്ലാ തരത്തിലും കഴിഞ്ഞ ഡിസംബർ മാസം സെയിൽസ് വളരെ കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നവംബർ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ യൂണിക്കോൺ മാത്രം കഴിഞ്ഞ നവംബറിൽ 30,000 വാഹനങ്ങളാണ് വിറ്റത്. പക്ഷെ അത് ഡിസംബറിലോട്ട് വന്നപ്പോൾ ഏകദേശം 20,000 കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പാച്ചിയുടെ കാര്യത്തിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ SP 160 മാത്രം സെയിൽസിൽ അല്പം ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. കൂടുതലും ആൾക്കാർ ഇയർ ബാക്ക് വണ്ടി എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം ആൾക്കാർ ഡിസംബർ മാസത്തിൽ വാഹനം വാങ്ങുന്നത് കുറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓവറോൾ ഈ 150 to 200 cc സെഗ്മെൻറ്റ് അത്യാവശ്യം ഇപ്പോൾ താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാവരും കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു 350 cc സെഗ്മെൻറ്റിലേക്കാണ് കൂടുതൽ ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു 150 to 200 cc സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആൾക്കാർ കൂടുതൽ തിരയുന്നത് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോനും SP 160 എക്സ്ട്രീം എന്നീ വാഹനങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 150 to 200 cc സെഗ്മെൻറ്റിലെ വാഹനം ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും.